ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ബാപ്കോൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 ബയോ സയൻസ് എടുത്ത് പഠിച്ച് നഴ്സിംഗ് മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം, സ്കെയിലപ്പ് ആണെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ കോഴ്സിനെ പറ്റിയും കോളേജസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കോളേജിൻ്റെ വ്ളോഗ്സ് എല്ലാം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണുക. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾ ഓവർ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് കേരളത്തിൽ എങ്ങനെയാണ് BS നഴ്സിങ്ങിന് സീറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ LBS പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സീറ്റ് കാര്യങ്ങൾ ലഭിക്കുക. അതായത് നിങ്ങളുടെ +2 മാർക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു 98-99% മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ റിസർവേഷനുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഏകദേശം 5 ലക്ഷം വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും +2 പഠിച്ചിറങ്ങുന്നത്. അതിൽ 1 ലക്ഷം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ LBS വഴി അലോട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 8000 തൊട്ട് 9000 സീറ്റുകൾ മാത്രമാണ് LBSൻ്റെ അണ്ടറിലുള്ളത്. അപ്പോൾ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കർണാടക പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കുള്ള ഒരു ആഗ്രഹമാണ് നഴ്സിംഗ് പഠിച്ചിറങ്ങി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എബ്രോഡ് പോകുമ്പോൾ നമുക്ക് എന്ത് വേണം, ലാംഗ്വേജ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞപ്പോൾ ലാംഗ്വേജ് കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ കർണാടകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ബേസിക്സ് മാത്രം ഇംഗ്ലീഷ് അറിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടിങ് തൊട്ടിൻ്റെ ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് കാര്യങ്ങൾ സംസാരിച്ച് ഈ ഒരു 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ കോഴ്സ് കാര്യം കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് 100% ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങി നാളെ അബ്രോഡ് പോയി മൈഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതർ സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നത് കൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ബെസ്റ്റ് നഴ്സിംഗ് കോളേജ് ഇൻ ബാംഗ്ലൂർ. ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് കേരളത്തിൽ നിന്നും കർണാടകയിൽ പോയി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെങ്കിൽ നിങ്ങൾ KCET എക്സാം കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം. KCET എക്സാം നിങ്ങൾ എഴുതിയാൽ മാത്രമാണ് കർണാടകയിൽ BS നഴ്സിംഗ് സീറ്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കുക. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? KCET എന്ന എൻട്രൻസ് എക്സാം വഴിയാണ് കർണാടകയിലെ കോളേജിലേക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കാര്യങ്ങൾ ലഭിക്കുന്നത്. ഏതെങ്കിലും ഒരു കോളേജിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 100 സീറ്റിൽ 60 സീറ്റ്സും KCET എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികൾക്കും 20 സീറ്റ് കർണാടക നേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്കും 20 സീറ്റ് KCET എഴുതിയവർക്കും ഉള്ളതാണ്. KCET എക്സാം എഴുതുന്നവർക്ക് ചില കോളേജിൽ ലോ ഫീസ് ആയിരിക്കും ഉണ്ടാവുക. ഞാനെപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കണം. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചിറങ്ങിയാൽ ജോലി ലഭിക്കാൻ വളരെ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? കോളേജിൻ്റെ അഫിലിയേഷൻ, INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ, KNC കർണാടക നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ, RGUHS രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അണ്ടറിലാണ് ഈ പ്രോഗ്രാം നിങ്ങളുടെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ടോ, ഫാക്കൽറ്റിയുടെ യോഗ്യത അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, പ്ലേസ്മെൻറ്റ് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റീസ്, ലൊക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എസ്റ്റാബ്ലിഷ് ഇയർ ആൻഡ് റെപ്യൂട്ടേഷൻ എല്ലാം ഓൾ ഓവർ നോക്കി അനലൈസ് ചെയ്ത് കോളേജ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസായി സംസാരിച്ച് അങ്ങനെ എല്ലാം നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ കോളേജിൽ കാര്യങ്ങൾ അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിലും കർണാടക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റുക 100% നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ളൊരു മെൻറ്റാലിറ്റിയാണ് മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ വാല്യൂ, എക്സ്പോഷർ കാര്യങ്ങൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ സാലറി കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഇടയിലുണ്ട്. ആക്ച്വലി നിങ്ങൾ കർണാടക നോക്കുന്ന ടൈമിൽ ഏകദേശം 6 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെ പാക്കേജസ് BS നഴ്സിങ്ങിനുണ്ട്. അതായത് നിങ്ങൾ 8 ലക്ഷം കൊടുത്ത് പഠിച്ചാലും 12 ലക്ഷം കൊടുത്ത് പഠിച്ചാലും 18 ലക്ഷം കൊടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി സെയിമാണ്, അതുപോലത്തെ സർട്ടിഫിക്കറ്റ് സെയിമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോളേജിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. INC KNC എല്ലാം കോമൺ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തിരക്കേടില്ലാത്ത ബഡ്ജറ്റ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയ ബഡ്ജറ്റിൽ എല്ലാവിധ അഫിലിയേഷൻസ് ഉള്ള നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോളേജ് എന്ത് ചെയ്യുക, മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ പറയുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ INC ഉണ്ടോ KNC ഉണ്ടോ അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാം, സീറ്റ് കാര്യങ്ങൾ എടുക്കാം. കാരണം എല്ലാ വിദ്യാർത്ഥികളും ടോപ്പ് കോളേജ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ വലിയൊരു തുക വരും.
അതായത് നിങ്ങൾ ഓരോ വർഷം വലിയ തുക കോളേജിൽ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ നഴ്സിംഗ് സ്റ്റഡീസ് കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാം. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും പാരൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ റിവ്യൂസ് കാര്യങ്ങൾ നോക്കി സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് കോളേജ് കാര്യം തീരുമാനിക്കാറ്. കാരണം നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിന് INC എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കോളേജിൻ്റെ അപ്ലിക്കേഷൻ എല്ലാ വർഷവും കോളേജുകളിൽ ഇൻസ്പെക്ഷൻ നടത്തി ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങൾക്ക് പ്രോപ്പറാണോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം INC കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ വർഷവും നോക്കുമ്പോൾ ചില കോളേജുകൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പോഷർ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ പെൻഡിങ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ INC കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ നിയമപരമായി നോക്കുന്ന ടൈമിൽ എന്തുണ്ടാവില്ല കോളേജിൻ്റെ INC ഇതൊന്നും അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം ഓരോ വർഷവും എല്ലാ വർഷവും നമുക്ക് എന്ത് ചെയ്യും അഫിലിയേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കോളേജ് വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ INC ഇതിൽ പേപ്പേഴ്സ് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം ചെയ്യാം അവിടെ എത്തി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അഡ്മിഷൻ കാര്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെസ്റ്റ് നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അഫിലിയേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഫീസിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഓൾ ഓവർ ഞാൻ കോളേജ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തോടു കൂടിയാണ് ഞാൻ ലിസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ കോളേജിനെ പറ്റിയും നിങ്ങൾ റിസർച്ച് ചെയ്ത് ഓൾ ഓവർ അനലൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ കോളേജിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫ്യൂച്ചറിൽ അതിനെ പറ്റിയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നിലവിലെ സീറ്റ് അവൈലബിലിറ്റി INC പെൻഡിങ് ആണോ, നിലവിൽ ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ ഓൾ ഓവർ പ്രോസസ് കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത ഈ നമ്പറിൽ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കിയാൽ ഏതെല്ലാമാണ് ബെസ്റ്റ് നഴ്സിംഗ് കോളേജ് ഇൻ കർണാടക എന്ന്. നമ്പർ 25 മാധുശ്രീ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നെലമംഗല ടൗൺ കർണാടക. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ആൻഡ് സയൻസ് പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 40 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ മാധുശ്രീ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 24 കോഷീസ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹേനൂർ ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. GNM, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കോഷീസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കുന്നത്. നമ്പർ 23 മൂകാംബിക കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കുമ്പൽഗോഡ് ബാംഗ്ലൂർ. 1995 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ രാജരാജേശ്വരി മെഡിക്കൽ കോളേജിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 22 ഫ്ലോറൻസ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കോതന്നൂർ, ഹെന്നൂർ മെയിൻ റോഡ്, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ എസിയോൺ ഹോസ്പിറ്റൽ, CV രാമൻ ഹോസ്പിറ്റൽ ആൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടേക്കാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 21 ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിക്കാബൻവാര ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 40 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീ രാഘവേന്ദ്ര ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 20 മഞ്ജുശ്രീ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡോക്ടർ അംബേദ്കർ മെഡിക്കൽ കോളേജ്, RT നഗർ, ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ മഞ്ജുശ്രീ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ചിറയൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടേക്കാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 19 മല്ലികൈ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിക്കബനവര, സിൽവപെരൂർ, ബാംഗ്ലൂർ, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 50 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി വരുന്നത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ മല്ലികൈ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 18 ലിറ്റിൽ ഫ്ലവർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മലാത്തഹള്ളി, ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 40 സീറ്റാണ് ടോട്ടൽ BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 17 പവൻ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കോലാർ ഡിസ്ട്രിക്ട്, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 40 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ മാരുതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 60 ശ്രീ ചാമുണ്ടേശ്വരി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ദമൻഗുണ്ട വില്ലേജ്, ചെന്നൈപട്ടണ, കർണാടക. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 150 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീ ചാമുണ്ടേശ്വരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 15 ഹർഷ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സാദശിവ നഗർ, ബാംഗ്ലൂർ. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഹർഷ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 40 സി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കൃഷ്ണരാജപുരം, ബാംഗ്ലൂർ. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 13 SLES കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിതാമണി, കർണാടക. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ BSc നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ SLES ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 12 MVJ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ KNI മൈൽസ്റ്റോൺ, പണ്ടുപളയ, കോളന്തൂർ, ബാംഗ്ലൂർ. 1993 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണുള്ളത്. MVJ മെഡിക്കൽ കോളേജ് റിസർച്ച് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 11 ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാഗൂർ റോഡ്, ഹൊങ്കുസാന്ദ്ര, ബാംഗ്ലൂർ. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. GNM, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 10 ശ്രീ സിദ്ധാർത്ഥ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ BH റോഡ്, അഗലക്കോട്ടെ, തുംകൂർ, കർണാടക. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. കോഴ്സസ് നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 9 ആചാര്യ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സോളദേവനഹള്ളി വില്ലേജ്, ഹെസറഗോട്ടെ, ഹൊബലി, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 40 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ട്രിനിറ്റി ഹോസ്പിറ്റൽ, വിക്ടോറിയ ഹോസ്പിറ്റൽ, സ്പന്ദന സൈക്കാട്രി ഹോസ്പിറ്റൽ, യലങ്ക ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടേക്കാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 8 ഈസ്റ്റ് വെസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കുമ്പൽഗോഡ്, കെങ്കേരി, ഹൊബ്ലി. 1998 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. GNM, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാണിവിലാസ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്, കപ്ലിപുര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അഭയം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 7 ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ജാനപ്രഭ ഈസ്റ്റ് പോയിന്റ് ക്യാമ്പസ്, അവാലഹള്ളി, ബാംഗ്ലൂർ. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് പോയിന്റ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 6 BGS കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉത്തർഹള്ളി, കെങ്കേരി, കർണാടക. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ BGS ഗ്ലോബൽ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 5 രാജരാജേശ്വരി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കാമ്പിപുര, മൈസൂർ റോഡ്, ബാംഗ്ലൂർ, കെങ്കേരി. 2004 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 170 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 4 കിംസ് കെമ്പഗൌഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ KR റോഡ്, VV പുരം, കർണാടക.
1995 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. GNM, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ കെമ്പഗോഡ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 3 വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വിജയനഗർ, നെല്ലൂർ ഹള്ളി, ബാംഗ്ലൂർ. 2003 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 2 സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാമമാരുതി നഗർ, ബാംഗ്ലൂർ. 1986 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. ടോട്ടൽ 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. നമ്പർ 1 MS രാമയ്യ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ MSR നഗർ, MSR കോളേജ് റോഡ്, ബാംഗ്ലൂർ, കർണാടക. 1987 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 60 സീറ്റാണുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ രാമയ്യ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, രാമയ്യ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇവിടങ്ങളിലൊക്കെയാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാമാണ് കർണാടകയിലെ ബെസ്റ്റ് നഴ്സിംഗ് കോളേജ്. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും എക്സാംസിനെ പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജിലെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയാനുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ കോളേജിന്റെ ഡോക്യുമെന്റേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിലവിൽ IMC പെൻഡിങ് ആണോ, നിലവിലെ ഫീസ് സ്ട്രക്ചർ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബോക്സ് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.